AK ശശീന്ദ്രൻ മന്ത്രി മിനിസ്റ്റർ താങ്കൾക്ക് ലഭ്യമായ വിവരം എന്താണ്? വലിയ ദുരന്തമാണല്ലോ. മിനിസ്റ്റർ കേൾക്കാമോ? ഹലോ. സാറിന് ലഭിച്ച വിവരം ഒന്ന് പങ്കുവെക്കാമോ? ഹലോ. അവിടെ വലിയ തോതിലുള്ള ഉരുൾപൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഫലമായി നിരവധി ജീവനുകൾ അപകടത്തിലാണ് എന്ന റിപ്പോർട്ടാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിനകം 7 മൃതദേഹങ്ങൾ കണ്ടെത്തതായിട്ട് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം ഈ സംഭവം നടന്ന സ്പോട്ടിലേക്ക് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും ജനപ്രതിനിധികൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ എത്തിച്ചേരുമ്പോഴാണ് അതിന്റെ ഗൗരവം പൂർണ്ണ രൂപത്തിൽ നമുക്ക് ബോധ്യമാവുക. ഇപ്പോൾ പരിക്കേറ്റവരെയൊക്കെ അവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള 2 വഴികളാണ് ആലോചിക്കുന്നത്. ഒന്ന്, ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് എയർലിഫ്റ്റ് ചെയ്ത് അവിടെ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുമെന്നാണ്. രണ്ടൊന്ന്, റോപ്പ് വേ ഉണ്ടാക്കി അതിലൂടെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയുമെന്നാണ് നോക്കുന്നത്. ഈ 2 ശ്രമങ്ങൾക്കുള്ള തുടക്കം ആരംഭിച്ചിട്ടുണ്ട്. NDRFന്റെയും നേവിയുടെയും ഹെലികോപ്റ്ററുകൾ ഏതാനും സമയത്തിനകം തന്നെ സംഭവ സ്ഥലത്ത് എത്തിച്ചേരും. ആശുപത്രി സൗകര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ആംബുലൻസുകൾ റെഡിയായി വെച്ചിട്ടുണ്ട്. തുടങ്ങിയ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ സംഭവ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയാണുള്ളത്. അവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എത്തിയാലാണ് എനിക്കും പൂർണ്ണ രൂപം ലഭിക്കുക. ഇത് പൂർണ്ണമായ രൂപമല്ല, ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളാണ്. ശരി മിനിസ്റ്റർ, ഏതായാലും താങ്കൾ അവിടേക്ക് എത്തുക എന്ന് മനസ്സിലാകുന്നു. താങ്കൾ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഇത് വലിയ ഒരു ദുരന്തമുഖത്തു കൂടിയാണ് വയനാട് കടന്നു പോകുന്നത് എന്നുള്ളത് അതീവ ദുഃഖകരമാണ്. തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അപകടത്തിന് മുൻപുള്ള ആ സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് ഇപ്പോൾ അപകടത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ്. ഈ 2 വിൻഡോകളിൽ കാണുന്ന ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണുക. ഒന്ന്, അപകടത്തിന് തൊട്ട് മുൻപ് ഉള്ള ആ സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ. അത് ദുരിതാശ്വാസ ക്യാമ്പായി അടക്കം ആ സ്കൂൾ പ്രവർത്തിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപകടത്തിന് ശേഷമുള്ള ദൃശ്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെച്ച് കാണണം. അതാണ് ആ ദുരിതത്തിൻ്റെ വ്യാപ്തി നമ്മളെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് അത്. ഇത് തൊട്ടുപുറകിൽ കാണുന്ന മലയൊക്കെ പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ കാണാം. മലയും മരങ്ങളുമൊക്കെ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു സ്ഥലം. അത് പൂർണ്ണമായും കുത്തിയൊലിച്ച്, ഈ മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ ദുരന്തമാണ്, എത്ര ആഴത്തിലുള്ള ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒന്നായി നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്. ഇത് അതീവ ദുഃഖകരമായ ഒരു സംഭവമായി മാറുന്നുണ്ട്. ഒരു സ്കൂൾ ഏതാണ്ട് പൂർണ്ണമായും തകരുന്ന പശ്ചാത്തലം, നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. ഒരുപാട് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്നു.